ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 32 പീസ് വരുന്ന പുതിയ മോഡൽസിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ. കൂടെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 32 പീസാണ് ഈ ഒരു കെട്ടിൽ വന്നിരിക്കുന്നത്. ടോപ്പ് വിത്ത് ഷോളാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിനു മുൻപും ഇതുപോലുള്ള മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അറിവിൽ 2 മോഡലാണ് കേട്ടോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ മുകളിൽ വേണമെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈനും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ഈ ഒരു മോഡൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ കെട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഇതാ ആദ്യം കാണിക്കുന്നത് ഇതിൻ്റെ ഷോളാണ് കേട്ടോ. സെയിം ഇതേ മെറ്റീരിയൽ വരുന്ന ഷോളാണ് ആ ഒരു കെട്ട്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ ഇതിൽ വരുന്നത് സ്ലീവ്സാണ് കേട്ടോ. അപ്പോൾ സ്ലീവ്സാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്രോസ് പീസുകൾ വരുന്നുണ്ട്. അപ്പോൾ ക്രോസ് പീസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്ത് തരുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമുക്ക് കഴുത്തിൻ്റെ ബാലൻസ് പീസൊക്കെ ഉണ്ടാകുമല്ലോ, അങ്ങനെ കുറച്ച് വലിയൊരു പീസുകൾ ക്രോസ് പീസിൽ വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഏറ്റവും ബെറ്റർ നമുക്ക് അങ്ങനെയുള്ള വലിയ പീസുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയ പീസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയുക. പിന്നെ ഇപ്പോൾ ഇതിൽ സെയിം ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് നൂലുകൾ കൂടി തന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2, 4, 6, 8 നൂലുകൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പത്തെ മോഡലും ഡിസൈനൊക്കെ പറയുന്നത് മിഷൻ എംബ്രോയിഡറി വരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ മിഷൻ എംബ്രോയിഡറിയിൽ ചെയ്തത് നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് സെയിം മാച്ചിങ് ആയിട്ടുള്ള കോട്ടണിൽ പ്രിൻ്റ് വരുന്ന പീസുകളാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്തുള്ള ബാലൻസ് എല്ലാ പീസുകളും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായ ക്രോസ് പീസുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുക, കട്ട് ചെയ്ത കുറച്ച് പീസുകളുണ്ടാവും കേട്ടോ. അതിപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിലാണ് ക്രോസ് പീസുകളുടെ പീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്ക് ബാക്ക് നെക്കിൽ വെക്കാനുള്ള ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. എങ്കിലും നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നീളം കുറവായിരിക്കും. അപ്പോഴും എന്തായാലും നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യം കട്ട് ചെയ്ത് എടുത്തിട്ട് ജോയിൻ ചെയ്തൊക്കെ വെച്ച് സെറ്റാക്കിയ ശേഷം വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ കുറച്ച് കട്ട് ചെയ്ത പീസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രോസ് പീസുകൾ വരുന്നത്. പിന്നെ ഇപ്പോൾ ഇതാ അതിൽ വരുന്നത് സ്ലീവ്സാണ് കേട്ടോ. അപ്പോൾ സ്ലീവ്സും ഇതേപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലീവ്സ് ഉണ്ടാവും. അതുപോലെ ഒറ്റൊരു പീസായിട്ടുള്ള സ്ലീവ്സ് ഉണ്ടാവും. പിന്നെ ഇതിലിപ്പോൾ ഫുള്ളും കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഇടയിലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. അതായത് സ്ലീവ്സിൻ്റെ താഴ്വശം ഇല്ലെങ്കിൽ ആ കൈക്കുഴിൻ്റെ ഭാഗങ്ങളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതിലിപ്പോൾ സ്ലീവ്സിൻ്റെ താഴ്വശം ഒന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്ന മുമ്പ് വേണം കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇതൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യുകയും അതുപോലെ ക്രോസ് പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇടയിൽ നമുക്ക് സമയം ഒരുപാട് വേസ്റ്റ് ആവും കേട്ടോ. ഇടയിൽ ഇങ്ങനെ ഒരുപാട് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ ഇപ്പോൾ അതിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും വന്നിട്ടുണ്ട് കേട്ടോ. 32 പീസിൽ നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം നോക്കിയിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിവർത്തിയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഇതെല്ലാം ഓൾറെഡി നമ്മൾ എല്ലാ വീഡിയോയിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ടോപ്പിന് വേണ്ടിയിട്ടുള്ള പീസുകൾ ഇത്രയാണുള്ളത്. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിൽ വരുന്നത് ഷോളുകളാണ് കേട്ടോ. സെയിം ഇതേ മെറ്റീരിയലിലാണ് ഷോളും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു ഗ്രേ കളറിലാണ് മെറ്റീരിയൽ ഉള്ളത്. ഷോളും ഏകദേശം നമുക്ക് ഒരു ഷോള് 2 അല്ലെങ്കിൽ 2.5 മീറ്ററോളം നീളം വരുന്നുണ്ട് കേട്ടോ. നീളവും വീതിയും നമ്മൾ മുമ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷോളിൻ്റെ വീതി കണക്കാക്കിയിട്ട് 2 സൈഡും ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഒരു സൈഡ് മാത്രമാണ് ലേസ് വെച്ച് കൊടുക്കാനുള്ളത്. അതായത് ലേസ് അല്ല, കോട്ടൺ പീസിൽ ഡിസൈൻ വരുന്ന ആ പീസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ആദ്യം 3 സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് ആ പീസ് നീളം കണക്കാക്കിയിട്ട് ഒരു വശത്ത് മാത്രം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ബാക്കി എല്ലാ സൈഡുകളും നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതിലിപ്പോൾ മെറ്റീരിയലിൻ്റെ കാര്യം മാത്രം കാണിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല അത്യാവശ്യം നമുക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ ഇടാൻ വേണ്ടി പറ്റുന്ന നീളവും വീതിയുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽ ആണെങ്കിൽ നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് തലയിലൊക്കെ ഇട്ടാൽ നിൽക്കുന്നതായിരിക്കും കേട്ടോ. റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ തെന്നി പോകുമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ ഈ പീസുകളാണ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന പീസുകൾ. ഇതിലിപ്പോൾ നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴ്വശത്തും സ്ലീവ്സിലും പിന്നെ നമുക്ക് ഷോളിൻ്റെ അരികുവശത്തും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പീസുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഞാൻ കാണിക്കുന്നത് ടോപ്പിൻ്റെ, അതായത് ഫ്രണ്ട് പോർഷനിൽ നെക്കിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പീസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്കിൻ്റെ ഭാഗത്ത് വെക്കാനുള്ള പീസ് നമുക്ക് എളുപ്പത്തിൽ തന്നെ അറിയും കേട്ടോ. ബാക്കി പീസുകളാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. കാരണം പീസുകൾ കുറച്ച് മാത്രമേ വീതിയിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർ തരുന്ന സമയത്ത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കേട്ടോ തരാറും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചത് ഫസ്റ്റ് നെക്കിൽ വെക്കാനുള്ള പീസാണ്. പിന്നെ അതിൽ നിന്നും കുറച്ച് വീതി കുറവായിട്ടായിരിക്കും നമുക്ക് ടോപ്പിൻ്റെ താഴ്വശത്ത് വെക്കാനുള്ള പീസ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ടോപ്പിൻ്റെ താഴ്വശത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ടോപ്പിൻ്റെ താഴ്വശത്തുള്ള പീസുകളൊക്കെ ഒറ്റൊരു പീസ് നീളത്തിൽ അങ്ങനെ ഉണ്ടാവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ടോപ്പിന് വേണ്ടിയിട്ടുള്ള അളവ് നോക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വിചാരിച്ചു അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പം നമുക്ക് ടോപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തന്നെ വെച്ചിട്ട് ലാസ്റ്റിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. കാരണം നമുക്ക് ഓൾറെഡി മുമ്പ് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് ടോപ്പിൻ്റെ താഴ്വശത്തുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്, ബാക്കി എല്ലാതും നെക്കിൻ്റെ ഭാഗത്തുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഒറ്റ പീസായിട്ട് ഉണ്ടാകുക. അപ്പോൾ ടോപ്പിൻ്റെ താഴ്വശത്ത് ഞാൻ വിചാരിച്ചു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ. ചിലപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് നീളത്തിൽ വ്യത്യാസം ഉണ്ടായി വരാറുണ്ട്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ഈ വീതി കുറഞ്ഞ ഈ ഒരു പീസാണ് നമുക്ക് ടോപ്പിൻ്റെ സ്ലീവ്സിലും അതുപോലെ തന്നെ ഷോളിൻ്റെ അറ്റത്തും വെച്ച് കൊടുക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴ്വശത്ത് എങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിച്ചത് ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ സ്ലീവ്സിൻ്റെ അറ്റത്തും അതുപോലെ തന്നെ ഷോളിൻ്റെ അരികിലും വെച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ പീസ് കട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ കേട്ടോ. കാരണം ഷോളിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് പീസ് തികയാതെ വരുമ്പോൾ പിന്നെ ജോയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം കണ്ടില്ലേ, നല്ല നീളത്തിലാണ് ഈ ഒരു പീസുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പീസ്, അതായത് ഏറ്റവും വീതി കുറഞ്ഞ പീസ് വേണം നമുക്ക് ഷോളിലും അതുപോലെ തന്നെ സ്ലീവ്സിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കളറിന് മാച്ചിങ് ആയിട്ട് നല്ല സെറ്റായിട്ട് വരുന്ന നല്ലൊരു അടിപൊളി വർക്ക് തന്നെയാണ് കേട്ടോ. അതായത് ഡിസൈൻ തന്നെയാണ് ഈ കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മെറ്റീരിയലൊക്കെ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പീസ് വരുന്നത് കേട്ടോ. അതായത് നെക്കിലും അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴ്വശത്തും സ്ലീവ്സിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പീസുകൾ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് എടുത്തിട്ട് വന്നത് ഇന്നിപ്പോൾ ശനിയാഴ്ചയല്ലേ, ഞാൻ ഇന്നലെ വെള്ളിയാഴ്ചയാണ് കേട്ടോ ഈ ഒരു പീസ് എടുക്കാൻ വേണ്ടി പോയത്. വെള്ളിയാഴ്ചയല്ല, വ്യാഴാഴ്ച രാത്രി നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുക്കാത്തതുകൊണ്ട് ടോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൻറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് കോൾ വന്നിട്ട് നമ്മൾ വ്യാഴാഴ്ച പോയി എടുത്തിട്ട് വന്ന മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച, അതായത് ഇന്നലെ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൻറ്റ് വന്ന അതേ സമയത്ത് തന്നെയാണ് ഈ ഒരു ടോപ്പിൻ്റെ ഓർഡറും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളോട് പറഞ്ഞതും ഈ ടോപ്പ് വിത്ത് ഷോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരാഴ്ച സമയം ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിട്ട് നമുക്ക് ഈ ഓർഡർ തന്നത്. പക്ഷേ ഓർഡർ എടുത്തിട്ട് വന്ന ശേഷം ഇന്നലെ കോൾ ചെയ്തിട്ട് പറഞ്ഞു അർജൻറ്റായിട്ട് തിങ്കളാഴ്ച തന്നെ ഈ ഒരു ഓർഡർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താവുന്നൊന്നും അറിയില്ല, എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ സ്പീഡാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.